മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ ജീവന്റെ പുസ്തകം എന്നറിയപ്പെടുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലെ 7 അടയാളങ്ങളിലെ അവസാനത്തെ അടയാളമായിട്ടാണ് ലാസറിനെ ഉയർപ്പിക്കുന്ന ഈ അത്ഭുതം നമുക്ക് മുമ്പിലെ ഈശോ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നോക്കുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു വചനമാണ് ഈശോയ്ക്ക് പ്രിയപ്പെട്ട കുടുംബമായ ലാസറിന്റെ കുടുംബത്തെക്കുറിച്ച്. ഈശോയ്ക്ക് അത്രമേലെ പ്രിയപ്പെട്ടിരുന്ന ആ കുടുംബത്തിലേക്ക് ഈശോ കടന്നു വരുന്നതും, അവിടേക്ക് കടന്നു വരുമ്പോൾ മർത്ത കടന്നു വന്നുകൊണ്ട് അവളുടെ വിഷമം ഈശോയെ അറിയിക്കുന്നതും, എന്നാൽ അവളുടെ വിശ്വാസം ഏറ്റു പറയുന്നതുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ല എന്ന് പറയുമ്പോഴും ഈശോ തൻ്റെ വിഷമം അവർക്ക് മുമ്പിലെ പ്രകടിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഈശോയ്ക്ക് മുൻപ് അറിയിപ്പ് കിട്ടിയിട്ടും ഈശോ എന്തുകൊണ്ടാണ് 2 ദിവസം പിന്നെയും പിന്നിട്ടത്? ഇന്ന് സുവിശേഷം നോക്കുകയാണെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ വ്യക്തമാണ്. ഈശോയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ട കുടുംബമായിട്ടും ഈശോ ഇവിടേക്ക് കടന്നു വരുന്നത് 4-ാം ദിവസമാണ്. അതുപോലെ തന്നെ ഈശോ ഒരു രോഗസൗഖ്യത്തിനേക്കാൾ ഉപരിയായിട്ട് അവന്റെ ജീവിതത്തിലേക്ക് ഉയർപ്പിന്റെ മഹത്വം നൽകുവാനായിട്ട് ഇതിലൂടെ പരിശ്രമിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിലെ എന്തുകൊണ്ടാണ് ഈശോ കടന്നു വരാത്തത്? എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈശോ ഇടപെടാത്തത്? വിശുദ്ധ കുർബാനയിലെ ദിനവും സംബന്ധിച്ചിട്ടും, യേശുവിന് മുമ്പിൽ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഇരുന്നിട്ടും, വചനം വായനയ്ക്കായി സമയം കണ്ടെത്തിയിട്ടും, അവിടുത്തെ വചനം കേൾക്കുവാനായിട്ട് പരിശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ രോഗങ്ങളിലെ, എൻ്റെ വിഷമസന്ധികളിലെ, എൻ്റെ ദുഃഖങ്ങളിലെ അവിടുന്ന് സൗഖ്യമായിട്ട് കടന്നു വരാത്തത്? എൻ്റെ ജീവിതത്തിലേക്ക് ഈശോ എന്നെ മറക്കുകയാണോ ചെയ്യുന്നത്? ഈശോ അത്രമേലെ സ്നേഹിച്ചിരുന്ന ഈ കുടുംബത്തിലെ ഒരു രോഗസൗഖ്യത്തിനേക്കാൾ ഉപരിയായിട്ട് ഉയർപ്പിന്റെ മഹത്വം നൽകിക്കൊണ്ടാണ് ഈശോ അനുഗ്രഹിച്ചത്. നമ്മൾ ഓരോരുത്തരോടും ഈശോ പറഞ്ഞു വെക്കുന്നതും ഇത് തന്നെയാണ്. മകനെ, മകളെ, നിന്റെ ജീവിതത്തിലേക്ക് നീ കടന്നു പോകുന്ന നിന്റെ പ്രതിസന്ധികള്, നിന്റെ വിഷമങ്ങളെല്ലാം തന്നെ അതിനേക്കുപരിയായിട്ടുള്ള നന്മയായിട്ട് പരിണമിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിലേക്ക് നീ ഇട്ട പദ്ധതിയേക്കാൾ ഉപരിയായിട്ടുള്ള, നിനക്ക് ഉചിതമായിട്ടുള്ള, നിനക്ക് ഉന്നമനം നൽകുന്ന പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിന്റെ നാശത്തിനല്ല, മറിച്ച് നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ആ ഒരു വിശ്വാസം നമുക്കുണ്ടോ എന്ന് ഈശോ നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് ഈശോയുടെ കൂടെ ആയിരിക്കുവാനായിട്ട് ഉപവാസത്തിലൂടെ ഉപവസിച്ചുകൊണ്ട്, അവിടുത്തെ കൂടെ വസിച്ചുകൊണ്ട്, അവിടുത്തെ ഹൃദയത്തിൽ ഇടം നേടുവാനായിട്ട്, ഈശോയുടെ പ്രിയപ്പെട്ട മകനായിട്ട്, മകളായിട്ട് തീരുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അവസാനമായിട്ട് ഈശോ ഉയർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഈശോ നന്ദി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിന് അവിടുന്ന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കുന്നത് പിതാവായ ദൈവത്തോട്. നമ്മുടെ ജീവിതത്തിലും നാം നിലനിർത്തേണ്ട ഒരു മൂല്യം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന നന്മകളിലെ, നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന ആഗ്രഹങ്ങൾ ഈശോയ്ക്ക് മുൻപിലെ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നന്മ നിറഞ്ഞ ഹൃദയമുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ അവിടുത്തോട് സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, അവിടുത്തെ കൂടെ ആയിരുന്നുകൊണ്ട്, അവിടുത്തെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനും, മറ്റുള്ളവർക്ക് മുൻപിലെ അവിടുത്തെ രൂപം നൽകുന്ന, അവിടുത്തെ സ്വരമായി തീരുന്ന, അവിടുന്ന് ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളായി തീരുന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ അവിടുത്തെ പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിനായിട്ട് നല്ലവനായ കർത്താവ് നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.